സർക്കാർ ബജറ്റിൽ കേരളത്തോട് കാണിച്ച കൊടിയ അവഗണനയിൽ പ്രതിഷേധം ശക്തം. CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ബജറ്റിന്റെ കോപ്പി കത്തിച്ചു. ഡ്രീം ഫ്ലവർ IVF സെന്റർ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച IVF സെന്റർ ആയിരിക്കുകയാണ് ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഫോൺ 9995064067. കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തോട് കാണിച്ച കൊടിയ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാസർഗോഡ് ടൗണിൽ CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ബജറ്റിന്റെ കോപ്പി കത്തിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയമായി ലഭിക്കുന്ന വരുമാനം തുല്യമായി വിധിക്കാനും എല്ലാവരെയും തുല്യമായി കാണുക എന്നതാണ് സാധാരണ ബഡ്ജറ്റിലൂടെ ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഇത്തവണത്തെ ബഡ്ജറ്റിൽ BJP എന്ന രാഷ്ട്രീയ കക്ഷി അവരുടെ വർഗസ്വഭാവം പൂർണ്ണമായും തെളിയിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ശതകോടീശ്വരന്മാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത വിധത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ക്രമീകരിച്ചിരിക്കുകയാണ്. ശതകോടീശ്വരന്മാർക്ക് എല്ലാവിധ ആശ്വാസവും ഞാൻ പറഞ്ഞത് അവർക്ക് 1% പോലും നികുതി എവിടെയും കൂട്ടിയിട്ടില്ല. സാധാരണ ജനങ്ങളെ ജീവിതം തകർക്കുന്ന രൂപത്തിലാണ് നികുതി ഘടന. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന പദ്ധതി ഒന്നും തന്നെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം ഏറ്റവും ഗുരുതരമായ വസ്തുത, കേരളമെന്ന ഈ സംസ്ഥാനത്തോട് 3.5 കോടി വരുന്ന കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് വെല്ലുവിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മളെ പരിഗണിക്കണ്ടേ? പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, നമ്മൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റും MP-മാരും സംയുക്തമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 29ഓളം ആവശ്യങ്ങൾ ബഡ്ജറ്റ് മുമ്പ് എഴുതി കൊടുത്തു. താഴെ പറയുന്ന ആവശ്യങ്ങൾ നിങ്ങൾ പരിഗണിക്കണം, ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങൾ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി പാടില്ല എന്ന അഭ്യർത്ഥനയാണ് ആ നിവേദനത്തിലുണ്ടായത്. നോക്കൂ പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും ഒരു കാര്യം അംഗീകരിക്കുന്നതിന് തയ്യാറായില്ല. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എയിംസ് എന്ന് പറയുന്ന ആരോഗ്യ കേന്ദ്രമുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, സൗകര്യമുണ്ട്. പക്ഷേ നിരവധി വർഷക്കാലമായി 150ഓളം ഏക്കർ സ്ഥലം വാങ്ങി എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കേരളത്തിലേക്ക് ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 10 വർഷമായി. എല്ലാ വർഷവും എയിംസ് അനുവദിക്കും, മെഡിക്കൽ കോളേജ് അനുവദിക്കും എന്ന് പറയുന്നതല്ലാതെ ഇത്തവണയും എയിംസിനെ പറ്റി മിണ്ടുന്നില്ല. എയിംസ് വരുമെന്നാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മന്ത്രി നമ്മളോട് പ്രഖ്യാപിച്ചത്. മന്ത്രിയെന്ന് മാത്രമല്ല, ആരോഗ്യരംഗത്ത് ജനങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള ചികിത്സക്കാവശ്യമായ പണം നീക്കിവെക്കുന്ന കാര്യത്തിൽ നമ്മളോട് അവഗണന കാണിക്കും. രാജ്യത്തിൻ്റെ ഒരു മേഖലയിലും വികസന രംഗത്ത് കാർഷിക രംഗത്ത് കൃഷിക്കാരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായവില ലഭ്യമാക്കാനും അവർക്ക് ന്യായവിലക്ക് വിത്തും വളവും കീടനാശിനി കൊടുക്കേണ്ട കാർഷിക പാക്കേജ് ബഡ്ജറ്റിനകത്ത് മിണ്ടുന്നതേയില്ല. നമ്മുടെ രാജ്യത്തെ തൊഴിലാളി ചെറുപ്പക്കാർ പ്രസിഡന്റ് A. നാരായണൻ അധ്യക്ഷത വഹിച്ചു. AR ധന്യവാദ്, PV കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. K. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.